ഒരു ബെഞ്ചിൽ നമ്മൾ 4 കുട്ടികളെ ഇരുത്തുള്ളൂ. അതാണ് മാക്സിമം സൗകര്യം കിട്ടണം. ഒരിക്കൽ ബ്രില്യൻറ്റിൽ ഏത് സെന്റർ ആയിക്കോട്ടെ, ഏത് കോഴ്സ് ആയിക്കോട്ടെ, ഓഫ്ലൈൻ കോഴ്സുകളിൽ നമ്മുടെ ബെഞ്ചിൽ 4 കുട്ടികളായിരിക്കും ഇരിക്കുക. കഠിനമായ നീറ്റ് എക്സാമിനെ എങ്ങനെ വരുതിയിലാക്കാം എന്നുള്ള ഒരു സ്പെഷ്യൽ അറ്റൻഷൻ കൂടി ഈ വർഷം നമ്മുടെ പ്രൊഫസേഷൻ മുഴുവൻ കൊടുക്കുന്നുണ്ട്. എന്തുമാത്രം മികച്ച വിദ്യാർത്ഥികൾ, ഏറ്റവും മികച്ച അധ്യാപകർ, അവർ തമ്മിലാണ് ചർച്ചകളിലൂടെയാണ് ക്ലാസ്സുകൾ. അധ്യാപകരുടെ മുമ്പിലിരിക്കുന്ന 70 വിദ്യാർത്ഥികളും ഏതാണ്ട് ഒരേ നിലവാരത്തിലുള്ള സയന്റിഫിക് മീറ്റിംഗിന്റെ ഒരു സ്റ്റാൻഡേർഡിലായിരിക്കും ബ്രില്യൻറ്റിന്റെ ക്ലാസ് റൂമുകൾ റൺ ചെയ്യുക. ബ്രില്യൻറ്റ് ഒന്നാമൻ മാത്രമല്ല, സീരീസ് ഓഫ് റാങ്കുകളാണ്. അതായത് ഒരു 100 റാങ്ക് എടുത്താൽ 90 ബ്രില്യൻറ്റ് വരുന്നു, 1000 എടുക്കുമ്പോൾ 900 എണ്ണം വരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം 5500 MBBS സീറ്റ് കിട്ടിയെങ്കിൽ ഇത്തവണത്തെ റിസൾട്ട് വരുമ്പം ഒരു കുട്ടിക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കുന്ന കാര്യത്തിൽ ബ്രില്യൻറ്റ് ബദ്ധ ശ്രദ്ധാലുക്കളാണ്. തീർച്ചയായും അത് വേണം. കാരണം നമുക്ക് ഒരു സെക്കൻഡ് ഹോം ആയിട്ട് തന്നെയാണ് വിദ്യാർത്ഥികൾ ബ്രില്യൻറ്റിനെ കുറിച്ച് കുട്ടികൾ അഭിപ്രായപ്പെടുന്നത്. തീർച്ചയായും നമ്മൾ വരുന്ന സമയത്ത് ബ്രില്യൻറ്റ് വളരെ കുറഞ്ഞ 1000-ൽ താഴെ കുട്ടികളാണ് ഉണ്ടായിരുന്നത്. അന്ന് കൊടുത്ത ഫെസിലിറ്റി ഇന്നത്തെ അതേ ഫെസിലിറ്റി തന്നെയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ എഴുതുന്ന ഒരു പരീക്ഷയാണ് നീറ്റ് എക്സാം. അപ്പം നീറ്റ് എക്സാം ആയിക്കോട്ടെ, ജെ ആയിക്കോട്ടെ, ബ്രില്യൻറ്റിൽ വരുന്ന കുട്ടികൾ എല്ലാം നല്ല കോമ്പറ്റീറ്റീവ് മൈൻഡോടെയാണ് ഇവിടെ വരുന്നത്. അവർ തന്നെയാണ് മത്സരിക്കുകയാണ്. ഈ വർഷം നമ്മൾ പ്രത്യേകിച്ചും സാർമാരെല്ലാം പറഞ്ഞിട്ടുണ്ട്, അത് ടഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെ സിമ്പിളായി ചെയ്യാം എന്നുള്ള കാര്യം കൂടെ ഈ വർഷം നമ്മൾ ഫോക്കസ് ചെയ്യും. ഏറ്റവും നന്നായിട്ട് നമ്മൾ കണ്ടേക്കുന്നത് 11 മണിക്ക് കിടന്നിട്ട് 5 മണിക്ക് എഴുന്നേൽക്കുന്ന കുട്ടികളാണ് ഒരു 90% കുട്ടികൾ. റിസൾട്ട് ഉണ്ടാകുന്ന കുട്ടികളുടെ ടൈം ഷെഡ്യൂളും അത് തന്നെയാണ്. നമ്മൾ പറഞ്ഞല്ലോ, ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ സെയിം എല്ലാ സ്റ്റുഡൻസിനും കൊടുക്കണമെന്ന്. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സംവിധാനങ്ങളും എല്ലാ കുട്ടികളും എല്ലാം ഉപയോഗിച്ചതിന് ശേഷം വേണം ബ്രില്യൻറ്റിൽ പോകാൻ. ഹായ് ഓൾ, ടാർഗറ്റ് നീറ്റ് 2026 വിത്ത് ബ്രില്യൻറ്റ് റിപ്പീറ്റേഴ്സ് 2026 ബ്രില്യൻറ്റിൽ ഒരു വിദ്യാർത്ഥിയുടെ, ഒരു റിപ്പീറ്റർ വിദ്യാർത്ഥിയുടെ ബ്രില്യൻറ്റ് ക്യാമ്പസിലെ ഡേ ഇൻ എ ലൈഫ് നമ്മളുമായിട്ട് ചർച്ച ചെയ്യുന്നത് ജസ്റ്റിസ് സാറാണ്. സാർ, +2 ശേഷം ഒരു വർഷം മെഡിക്കൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സ്വപ്നവുമായിട്ട് ബ്രില്യൻറ്റ് ക്യാമ്പസിലോട്ട് നിന്നൊരു വിദ്യാർത്ഥി. നമുക്കറിയാം, ഏത് ക്യാമ്പസ് ആണെങ്കിലും അവിടെയുള്ള എല്ലാ കാര്യങ്ങളെയും ഏറ്റവും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ, ഉപയോഗിച്ചാലാണ് അതിൻ്റെ ഒരു റിസൾട്ട് തീർച്ചയായിട്ടും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക. എല്ലാ ഫെസിലിറ്റികളും നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ ഫെസിലിറ്റികളെ ഉപയോഗിക്കാനായിട്ട് അവർ മനസ്സാലൊന്ന് തയ്യാറെടുത്തിട്ട് വേണം വരാൻ. എന്താണ് നമ്മുടെ ക്യാമ്പസിൽ ഇന്ന് വരെ ഉണ്ട് ആ ഒരു സിസ്റ്റത്തിലൂടെ കടന്നു പോകുമ്പോൾ വിദ്യാർത്ഥികൾ ചെയ്തതെന്നുള്ളതാണല്ലോ നമുക്ക് വരാനിരിക്കുന്നവരെ അറിയേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഒരു വിദ്യാർത്ഥി നമുക്കറിയാം, സാറിപ്പം ഫാക്കൽറ്റി ആയിട്ട് നിരവധി വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന മേഖലയിലാണ്. അപ്പോൾ വളരെ പുലർച്ചെ തന്നെ നമ്മുടെ ഹോസ്റ്റലിലൊക്കെ ഉണരുന്ന ഒരു സ്വഭാവമാണ്. അത് രാവിലെ തന്നെ കുട്ടികളെല്ലാവരും എഴുന്നേൽക്കും. അത് എഴുന്നേറ്റില്ലെങ്കിൽ തന്നെ നമ്മൾ വാർഡന്മാരെല്ലാം ഉണ്ട്, അവർ കൃത്യമായിട്ട് ഇവർ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. പരമാവധി കുട്ടികളും 5 മണിക്കും 6 മണിക്കും ഇടയ്ക്കുള്ള സമയത്താണ് എഴുന്നേക്കാറ്. അത് രാവിലെ ഇരുന്ന് കൃത്യമായിട്ട് അവർ പഠിക്കുകയാണ്. അത് തലേ ദിവസത്തെ ഒരു ഇതായിരിക്കും, അതോ അന്ന് ക്ലാസ്സിൽ വരേണ്ടതിന്റെ ഒരു ഭാഗമാണോ? കുട്ടിയുടെ ചോയ്സാണ്. അപ്പം പലരും തലേദിവസത്തെ ടോപ്പിക്സ് പഠിക്കുന്നവരുണ്ട്, പഠിച്ച് തീർക്കാനുള്ള ഒരു ബാലൻസ് പഠിക്കും. അതുപോലെ തന്നെ ഇന്ന് എന്താണോ ഒരു ടുഡേ, അപ്പം ഇന്നത്തെ ദിവസം മുന്നിൽ കണ്ടിട്ട് ഇന്നിപ്പോ ക്ലാസ് എടുക്കാൻ പോകുന്ന ഏതാണോ ആ ടോപ്പിക്ക് നമ്മൾ ടൈം ടേബിൾ തലേ ദിവസം കൊടുക്കുന്നുണ്ടല്ലോ. അവർക്ക് അറിയാം അന്നത്തെ 3 സെഷൻ ഏത് പ്രൊഫസറാണ്, ഏത് ടോപ്പിക്കാണ് നേരത്തെ കൃത്യമായിട്ട് അറിയാം. പ്രൊഫൈലിൽ അപ്ഡേറ്റ് ചെയ്യും, അതൊക്കെ കൃത്യമായിട്ട് തലേദിവസം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് അവരൊന്ന് അപ്ഡേറ്റ് ചെയ്ത് NCERT ടെസ്റ്റ് ഒക്കെ ഒന്ന് വായിച്ചിട്ട് ആ സ്റ്റഡി മെറ്റീരിയലിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് കണ്ടിട്ട് വരുവാണെങ്കിൽ വളരെ ഉപകാരപ്പെടും. അങ്ങനെ ധാരാളം കുട്ടികൾ അങ്ങനെയും വരാറുണ്ട്. അപ്പൊ തലേദിവസം തന്നെ പഠിച്ച് തീർത്തതിന് ശേഷം രാവിലത്തെ സമയം അതിന് യൂട്ടിലൈസ് ചെയ്ത് അങ്ങനെ വരുന്ന കുട്ടികളും വളരെ കൂടുതലുണ്ട്. അതിനുശേഷമായിരിക്കും പ്രഭാത ഭക്ഷണത്തിലോട്ടൊക്കെ അവർ കിടക്കുന്നത് അല്ലെ? അത് ഹോസ്റ്റലുകളിലായിരിക്കും, ക്യാമ്പസുകളിലായിരിക്കും? അത് ചിലടത്ത് ഹോസ്റ്റലുകൾ തന്നെയാണ്. ഹോസ്റ്റലുകൾ എന്ന് പറഞ്ഞാൽ എല്ലാം, അതായത് നമ്മുടെ ബ്രില്യൻറ്റിന് ഒരു ഫുഡ് മെനു ഉണ്ടല്ലോ, കൃത്യമായിട്ട് ആ ഫുഡ് മെനു അനുസരിച്ചുള്ള വളരെ സ്വാദിഷ്ടമായ ഫുഡാണ് എല്ലാ ഹോസ്റ്റലുള്ളത്. സൂപ്പർവൈസ്ഡ് ഹോസ്റ്റലിലും കൺട്രോൾഡ് ഹോസ്റ്റലിലും എല്ലായിടത്തും ഒരേ മെനു ആണ്. നമ്മൾ മെനു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ഹോസ്റ്റലിൽ ഇഡലി ആണെങ്കിൽ ബാക്കി എല്ലാ ഹോസ്റ്റലിലും ഇഡലിയാണ്. അതുപോലെ തന്നെ ചിക്കൻ ബിരിയാണി ഉള്ള ദിവസം എല്ലാ ഹോസ്റ്റലിലും ചിക്കൻ ബിരിയാണി വരും. ഐസ്ക്രീം കൊടുക്കുന്ന ദിവസം എല്ലാ ഹോസ്റ്റലിലും ഐസ്ക്രീം വരുന്നുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഏറ്റവും സ്വാദിഷ്ടമായ ഫുഡ് കൊടുത്ത് ഡയറ്റീഷ്യന്മാർ തന്നെ നിർദ്ദേശം അനുസരിച്ചുള്ള ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത്. പ്രോട്ടീൻ റിച്ച് ഫുഡുകളൊക്കെ ഉൾപ്പെടുത്തിയാണ് അതിനകത്ത്. ഇനി നോൺ വെജ് ആയിട്ടുള്ളവർക്ക് അങ്ങനെയുള്ള ഫുഡുകളും നമ്മൾ കൃത്യമായിട്ട് അവർക്ക് നമുക്കിപ്പോൾ കൊടുക്കുന്നത് പനീർ, അതുപോലെ തന്നെ സോയാ ബോൾസ്, അങ്ങനെയുള്ള കാര്യങ്ങളും പയർവർഗ്ഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയ ഫുഡാണ് അവർക്ക് കൊടുക്കുന്നത്. അതും നോയമ്പിന്റെ സമയത്താണെങ്കിൽ വളരെ നേരത്തെ തന്നെ അവര് സൂര്യോദയത്തിന് മുമ്പ് തന്നെ അവരത് ആഹാരം കഴിച്ചിരിക്കും. അങ്ങനെയായിരിക്കും നമ്മുടെ ക്യാമ്പസിലോട്ട് എത്തുന്നത്. ഫുഡും കഴിച്ച് യൂണിഫോം ഒക്കെ മാറി വരുന്ന കുട്ടികളെ കാണുന്ന ഒരു ആനന്ദകരമായ കാഴ്ചയാണ്. അവർ ഒരുമിച്ചാണ് ഒരു ഹോസ്റ്റലിൽ നിന്ന് ബൾക്കായിട്ട് കുട്ടികൾ ഇങ്ങനെ ഇറങ്ങി വരുന്നു. അവരെ കാത്ത് ബ്രില്യൻറ്റിന്റെ അതിരാവിലെ തന്നെ നമ്മുടെ ഡ്രൈവിംഗ് സെഷനിലെ ഡ്രൈവർമാരെല്ലാം അതിരാവിലെ ബ്രില്യൻറ്റ് അവരാണ് ആദ്യം വരുന്നത്. അപ്പോൾ അവർ വന്ന് ബസ്സുകൾ എടുത്ത് ഓരോ ഹോസ്റ്റലിന് മുമ്പിൽ ബസ്സുകളിൽ അവർ കാണും. ആ ബസ്സിലെ കുട്ടികളെല്ലാം കൃത്യമായിട്ട് കയറുന്നു. വാർഡന്മാർ കൂടെ ഉണ്ടാവും.
എപ്പോഴും വാർഡന്മാരെ കൂടെ ഉണ്ടാവും. അതാണ്, അതായത് ബ്രില്യന്റിൽ വന്നുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ കൺട്രോൾ ചെയ്യാനായിട്ട്, അല്ലെ കുട്ടികളെ നിയന്ത്രിക്കാൻ വേണ്ടി, അവരുടെ ഒപ്പം നിൽക്കാൻ വേണ്ടി എപ്പോഴും ഒരാളുണ്ടെന്നുള്ളതാണ്. ക്യാമ്പസിൽ ക്ലാസ് മെന്റർ ആണെങ്കിൽ ഹോസ്റ്റലിൽ ഹോസ്റ്റൽ വാർഡന്മാരാണ് എന്ന് പറഞ്ഞാൽ വളരെ സൗഹൃദപരമായിട്ടാണ് ഇവര് ആ കുട്ടികളോട് ഇടപെടുന്നതും. അവർ പോകുമ്പോൾ നമുക്കറിയാം കുട്ടികളെ ഏറ്റവും സ്നേഹത്തോടെ കുട്ടികൾ ഇവിടെ പറഞ്ഞു പോകുമ്പോൾ നമുക്ക് പല ടീച്ചേഴ്സിനും കണ്ണു നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ അത്രയ്ക്ക് ഫ്രണ്ട്ലി മാനറിലാണ് ബെർലിനിലെ മെന്റർ സിസ്റ്റവും പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും നടന്നു വരാനുള്ളവർ അങ്ങനെ വരുന്നു, അല്ലാത്തവര് ബസ്സിൽ ചെറിയൊരു പാട്ടൊക്കെ കേട്ട് നല്ലൊരു 300 മീറ്ററിന് അപ്പുറം ഉള്ളതെല്ലാം ബസ്സിലാണ് വരുന്നത്. തീർച്ചയായും നമ്മുടെ ക്യാമ്പസിൽ തന്നെ കൊണ്ടിറക്കുക. എല്ലാ ക്യാമ്പസിലും വരുന്നു, 2 ക്യാമ്പസിൽ, എ ബ്ലോക്കിലും ഡയമണ്ട് ബ്ലോക്കിലും ക്യാമ്പസിന് കൃത്യമായിട്ട് വന്നിറങ്ങുന്നു. അതേ സെയിം സിസ്റ്റം തന്നെയാണ് ഓൾ ഓവർ ദി സ്റ്റേറ്റ്. മുഴുവൻ സ്റ്റേറ്റിലെ എല്ലാ നമ്മുടെ 8 ക്യാമ്പസുകളിലേക്കും ഇതുപോലെ തന്നെ രാവിലെ ഒരു വിദ്യാർത്ഥികളുടെ കുത്തൊഴുക്കാണ്. അപ്പോൾ രാവിലെ പുലർച്ചെ തന്നെ വിദ്യാർത്ഥികൾ എഴുന്നേൽക്കുന്നു, അന്നത്തെ പാഠഭാഗങ്ങളൊക്കെ നോക്കുന്നു, പ്രഭാത ഭക്ഷണം കഴിക്കുന്നു. ബസ്സിലാണെങ്കിൽ നമ്മുടെ ബ്രില്യന്റിന്റെ ബസ്സിലാണെങ്കിൽ ക്യാമ്പസിലോട്ട് എത്തുന്നു, അല്ലെങ്കിൽ നടന്ന് നമ്മുടെ ക്യാമ്പസിലോട്ട് എത്തുന്നു. അപ്പം ഇതിനുശേഷം നമുക്ക് ഇവരുടെ ഒരു അറ്റൻഡൻസ് അല്ലെങ്കിൽ ക്ലാസ് മെന്റർ ആയിരിക്കുമല്ലോ ആദ്യം ഇവരെ ക്ലാസ്സുകളിൽ വെൽക്കം ചെയ്യുന്നത്. കുട്ടികൾക്കെല്ലാം കൃത്യമായിട്ട് അലോട്ട് ചെയ്തിട്ടുണ്ട് ബാച്ചുകൾ. ആ ബാച്ചിലെ റൂം നമ്പർ ഒക്കെ കൃത്യമായിട്ട് കുട്ടികൾക്ക് അറിയാമല്ലോ. അവർ ക്ലാസ്സിലേക്ക് വരുന്നു, ഒരു ബെഞ്ചിൽ നമ്മൾ 4 കുട്ടികളെ ഇരുത്തുള്ളൂ. അതാണ് മാക്സിമം സൗകര്യം കിട്ടുന്നു. ഒരിക്കൽ ബ്രില്യന്റിൽ ഏത് സെന്റർ ആയിക്കോട്ടെ, ഏത് കോഴ്സ് ആയിക്കോട്ടെ, ഓഫ്ലൈൻ കോഴ്സുകളിൽ നമ്മുടെ ബെഞ്ചിൽ 4 കുട്ടികളായിരിക്കും ഇരിക്കുക. വളരെ സൗകര്യപ്രദമായിട്ട് ഇരിക്കാൻ സാധിക്കും. പല കാലഘട്ടത്തിലൂടെ നമ്മൾ ക്ലാസിന്റെ സമയങ്ങൾ കടന്നു പോകുന്നുണ്ടല്ലോ. വർഷകാലമുണ്ട്, അതുപോലെ വേനൽക്കാലമുണ്ട്. ഈ കാലഘട്ടത്തിലൊന്നും കുട്ടികൾക്ക് ഒരു ക്ലാസ്സിൽ ഇരിക്കുമ്പോഴത്തേനും ഒരു ഇറിറ്റേറ്റഡ് ആകാൻ പാടില്ല. അപ്പൊ അത്രയും ഗ്യാപ്പിൽ കൃത്യമായിട്ട് ഇരിക്കാനായിട്ട് ഈ 4 പേരുള്ള ബെഞ്ച് എന്ന് പറഞ്ഞാൽ വലിയ ബെഞ്ചാണ്, വലിയ ഡെസ്കാണ്. മാക്സിമം സൗകര്യം കൊടുത്ത് കുട്ടികൾ ക്ലാസ്സിൽ കയറി ഇരിക്കുന്നു. ഇരുന്നാലൂടെ ക്ലാസ് മെന്റർ വരും. അത് ക്ലാസ് തുടങ്ങുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് ക്ലാസ് മെന്റർ ക്ലാസ്സിൽ കാണും. അപ്പൊ ക്ലാസ് മെന്റർ വന്ന് അറ്റൻഡൻസ് എടുക്കുന്നു. അറ്റൻഡൻസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ക്ലാസ്സിൽ കുട്ടികളെല്ലാം പ്രോപ്പറായിട്ട് ഇരുത്തുന്നു. അപ്പോൾ നമ്മുടെ സ്മാർട്ട് ബോർഡൊക്കെയാണ്, അതെല്ലാം സെറ്റാക്കി വെക്കുന്നു. ക്ലാസ്സിലെ സാറിനെ വെൽക്കം ചെയ്യാൻ വേണ്ടി ഇവരെല്ലാം തയ്യാറെടുത്ത് നിൽക്കുക. അപ്പോൾ അങ്ങനെ അറ്റൻഡൻസ് എടുത്തു കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ വന്ന് അധ്യാപകർ ക്ലാസ് എടുക്കുന്നില്ല. കുടുംബത്തിലെ ഒരു അംഗം അവരെ കാണുന്ന പോലെ തന്നെയാണ് ക്ലാസ് മെന്ററെ കാണുന്നത്. അപ്പം അതൊരു മോട്ടിവേഷൻ ആണ് അവരോട് സൗഹാർദ്ദമായിട്ട്. ആ സമയത്ത് അവരെ എങ്ങനെ പഠിക്കണ കാര്യങ്ങളും അതെല്ലാം ക്ലാസ് മെന്റർ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം ഇന്ന് നടക്കുന്ന ടോപ്പിക്ക് പഠിച്ചിട്ട് വന്നോ, ഇന്നലത്തെ പഠിച്ചോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കും. എന്തെങ്കിലും ചെറിയ വിഷമമൊക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുണ്ടെങ്കിലോ അത് ക്ലാസ് മെന്റർ വഴി ബ്രില്യന്റിനെ അധികൃതരെ അവർ അറിയിക്കുകയും ചെയ്യും. ആ ഒരു വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. അതിനുശേഷം ഒരു പ്രയർ ഉണ്ട്. ആ പ്രയർ ബെല്ലടിച്ചു കഴിഞ്ഞാൽ എല്ലാവരും എഴുന്നേൽക്കുന്നു. നല്ലൊരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് നമ്മൾ ക്ലാസ് തുടങ്ങുന്നത്. അത് ഏത് സമയങ്ങളിലൊക്കെ ആയിരിക്കും ക്യാമ്പസുകളിൽ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്? 7:30 തുടങ്ങുന്ന ബാച്ചുണ്ട്, 8 മണിക്ക് തുടങ്ങുന്ന ബാച്ചുണ്ട്, 8:15 നമ്മൾ ബാച്ച്. അങ്ങനെ 3 സമയത്താണ്. ക്യാന്റീനിലെ ലൈബ്രറി ബസ് സൗകര്യത്തിന്റെ ഒക്കെ ഒരു ഇതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അതനുസരിച്ച് കൃത്യമായിട്ട് ക്ലാസ്സുകളിലേക്ക് പ്രൊഫസർമാരെല്ലാം വരിക. അപ്പൊ ടൈം ടേബിൾ തലേദിവസം കൊടുത്തിട്ടുണ്ട്. എല്ലാ അധ്യാപകരും കൃത്യമായിട്ട് ആ സമയത്ത് വരും, ക്ലാസ്സിൽ വരും. കൃത്യമായിട്ട് തലേദിവസത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മിച്ചിട്ട് ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 ഫാക്കൽറ്റീസ് ആണ്. അപ്പൊ ഈ വർഷത്തെ നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ നീറ്റ് എക്സാം വളരെ കഠിനമായിരുന്നല്ലോ. അപ്പം ആ കഠിനമായ നീറ്റ് എക്സാമിനെ എങ്ങനെ വരുതിയിലാക്കാം എന്നുള്ള ഒരു സ്പെഷ്യൽ അറ്റൻഷൻ കൂടി ഈ വർഷം നമ്മുടെ പ്രൊഫസേഴ്സ് മുഴുവൻ കൊടുക്കുന്നുണ്ട്. ഈ അധ്യാപകരെല്ലാം തന്നെ ബ്രില്യന്റിലെ അധ്യാപകർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും മികച്ചവരാണ്. നമ്മൾ ടെസ്റ്റ് ഇട്ട് പരീക്ഷ ഇട്ട് ഏറ്റവും കൃത്യമായിട്ട് പ്ലാൻ ചെയ്താണ് ഈ അധ്യാപകരൊക്കെ എടുത്തിരിക്കുന്നത്. അപ്പൊ അത്രയും മികച്ച ഇന്ത്യയിലെ ഏറ്റവും മികച്ച അധ്യാപകർ ക്ലാസ്സിൽ വന്ന് ഏറ്റവും മികച്ച കുട്ടികളോടാണ് സംവദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സാറ് ആ സംവിധാനത്തെ കുറിച്ച് സാറെന്ന് ഓർത്തെ എന്തുമാത്രം മികച്ച വിദ്യാർത്ഥികൾ, ഏറ്റവും മികച്ച അധ്യാപകർ, അവർ തമ്മിലാണ് ചർച്ചകളിലൂടെയാണ് ക്ലാസ്സുകൾ. അധ്യാപകരുടെ മുമ്പിലിരിക്കുന്ന 70 വിദ്യാർത്ഥികളും ഏതാണ്ട് ഒരേ നിലവാരത്തിലുള്ള സയന്റിഫിക് മീറ്റിംഗിന്റെ ഒരു സ്റ്റാൻഡേർഡിലായിരിക്കും ബ്രില്യന്റിന്റെ ക്ലാസ് റൂമുകൾ റൺ ചെയ്യുക. അപ്പം അത് കഴിഞ്ഞ് ക്ലാസ്സുകൾ തുടങ്ങുന്നതോടെ ക്ലാസ് ടീച്ചർ പതുക്കെ സ്റ്റാഫ് റൂമിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ആരെങ്കിലും ആബ്സെന്റ് ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 1/2 മണിക്കൂറിനുള്ളിൽ ആ കുട്ടിയുടെ പേരന്റിന് മെസ്സേജ് പോകുന്നു. അതോടൊപ്പം തന്നെ ക്ലാസ് ടീച്ചർ വിളിച്ച് കാര്യങ്ങൾ പറയുകയും ചെയ്യും. അപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കുന്ന കാര്യത്തിൽ ബ്രില്യന്റ് ബദ്ധ ശ്രദ്ധാലുക്കളാണ്. തീർച്ചയായിട്ടും അത് വേണം. കാരണം നമുക്ക് ഒരു സെക്കൻഡ് ഹോം ആയിട്ട് തന്നെയാണ് വിദ്യാർത്ഥികൾ ബ്രില്യന്റിനെ കുറിച്ച് കുട്ടികൾ അഭിപ്രായപ്പെടുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ നമുക്കൊരു 2 മണിക്കൂർ വെച്ചുള്ള ക്ലാസ് സെഷനുകളായിരിക്കും, ഒരു 3 സെഷനുകളായിരിക്കും. അപ്പം ഇതിന്റെ ഇടവേളകൾ എങ്ങനെയാണ് വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്നത്? അതിനുശേഷം ക്ലാസ്സിന് ഒരു 2 മണിക്കൂറിലെ 2.5 മണിക്കൂറിന്റെ ക്ലാസ് സെഷൻ ആണെങ്കിൽ ആ സെഷന് ശേഷം 20 മിനിറ്റ് ബ്രേക്കാണ്. ആ 20 മിനിറ്റ് ബ്രേക്കിന്റെ സമയത്ത് കുട്ടിക്ക് അന്ന് പഠിപ്പിച്ച കാര്യത്തിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അധ്യാപകനോട് ചോദിക്കാം. ഇനി തലേദിവസം പഠിപ്പിച്ച കാര്യങ്ങളിൽ സംശയം ഉണ്ടെങ്കിലും അധ്യാപകനോട് നേരിട്ട് പോയി ചോദിക്കാനുള്ള സംവിധാനം ബ്രില്യന്റിലുണ്ട്. അതെല്ലാ ക്യാമ്പസുകളിലുണ്ട്. പ്രൊഫസേഴ്സ് റൂമിൽ അധ്യാപകരെ 20 മിനിറ്റ് സമയത്ത് അവർ റെസ്റ്റ് എടുക്കുന്നതോടൊപ്പം തന്നെ ഒരു
ടീ ബ്രേക്ക് ആണല്ലോ അവരുടെ. അവർ ആ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ കുട്ടികൾ ചെന്നാൽ അവർ ഉറപ്പായിട്ട് കുട്ടികൾക്ക് എല്ലാം അല്ലാണ്ടുണ്ട്. ഇത് ഈ ഇന്റർവെൽ സമയത്ത് പോലും അധ്യാപകർ അവർ വളരെ നന്നായിട്ട് കുട്ടികളുമായിട്ട് സഹകരിച്ചാണ് പോകുന്നത്. അതുകൂടാതെ കുട്ടികൾ ഈ 2 മണിക്കൂർ ഇരിക്കുമ്പോഴത്തേന് ചെറുതായിട്ട് നമുക്കാണെങ്കിലും പ്രഷർ പോകില്ല. അപ്പൊ അവർ ആ ടീ ബ്രേക്ക് പോലെ തന്നെ അവർക്കും ഉണ്ട്. അതിനുവേണ്ടി ക്യാമ്പസിൽ എല്ലാ ക്യാമ്പസിലും, അതായത് കോഴിക്കോട് മുതൽ തിരുവനന്തപുരം വരെയുള്ള ബ്രില്യന്റിലെ എല്ലാ ക്യാമ്പസുകളിലും ആ ബ്രേക്ക് എന്ന് പറഞ്ഞൊരു ചെറിയ ആഘോഷമാണ്. കുട്ടികളെല്ലാവരും സ്നാക്സ് പാർലറിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അവിടെ ടീ ഷോപ്പുകളുണ്ട്, അവിടെ എല്ലാം പോയി അവർക്ക് കൃത്യമായിട്ട് അവർക്ക് വേണ്ട സാധനങ്ങൾ അതൊരു 3-4 സെക്ഷനുകളായിട്ട് എല്ലാ ക്യാമ്പസുകളും ജ്യൂസ് ബാറുകളായിട്ടും ക്യാന്റീൻ ആയിട്ടും ഒക്കെ ഉണ്ടാവും. അപ്പം ലൈം ആട്ടെ എന്താണല്ലോ അവിടെ കിട്ടും. ആ കുട്ടികൾക്ക് ഇതെല്ലാം അവൈലബിൾ ആണ്. അപ്പൊ ഫ്രൂട്ട്സ് ഷോപ്പ് ഉണ്ട്. അതുപോലെ ബ്രില്യന്റിലാണ് ക്യാന്റീൻ ഉണ്ട്. ക്യാന്റീൻ കൂടാതെ തന്നെ പാലാ ബേക്കേഴ്സ്, അത് അവിടെയൊക്കെ നല്ല തിരക്കാണ് ആ സമയത്ത്. അപ്പൊ അത്രയും കുട്ടികൾ നിന്ന് കൃത്യമായിട്ട് അവർ അതിനെല്ലാം ആ അവരുടെ സ്റ്റാഫ് എല്ലാം ഇത് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് അതിനുവേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ അറേഞ്ച് ചെയ്ത് വെക്കും. അതുപോലെ തന്നെ ഹങ്കർ ബ്രേക്ക് ഉണ്ട്. ഡയമണ്ട് ബ്ലോക്കിലും ഒരു പാലാ ബേക്കേഴ്സിന്റെ ഒരു ഔട്ട്ലെറ്റ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഏത് സ്നാക്സ് വേണമെങ്കിലും ആ സമയത്ത് കഴിക്കാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെയാണ് നമ്മളുടെ 3 സെക്ഷൻ ക്ലാസ്സുകൾ കഴിയുന്നത്. ഈ ക്ലാസ്സുകൾക്ക് ശേഷം ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഏതാണ്ട് 3/4 മണിക്കൂറോളം സമയമുണ്ട്. അത് ക്യാന്റീനിലായിരിക്കും. ചില ഹോസ്റ്റലിലെ ഫുഡ് കുട്ടികൾ ടിഫിൻ ബോക്സ് വെച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നമ്മുടെ ഈ ചേച്ചിമാരെല്ലാം കൃത്യമായിട്ട് സോർട്ട് ചെയ്ത് ഒരു ബാച്ചിന് മുമ്പിൽ എത്തുക, ക്ലാസ്സിന് മുമ്പിൽ എത്തുക. ഇത്രയും കുട്ടികൾ പഠിക്കുന്ന സ്ഥലത്ത് കുട്ടികളുടെ പേര് കൃത്യമായിട്ട് എഴുതി ഒട്ടിച്ചിരിക്കും. അത് സോർട്ട് ചെയ്ത് കൃത്യമായിട്ട് നമ്മുടെ ഡബ്ബാവാല എന്ന് കേട്ടിട്ടില്ലേ മുംബൈയിലെ, അതിലും സോർട്ട് ചെയ്യുന്ന ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇവർ കൃത്യമായിട്ട് അത് പ്ലാൻ ചെയ്ത് അവിടെ ഓരോ ക്ലാസ് റൂമിന്റെ വാതിക്കലും ടിഫിൻ ഉണ്ടാവും. നടന്നു പോകാനുള്ളതാണ്, നടന്നു പോയി കഴിക്കാം. അല്ലാതെ നമ്മുടെ തൊട്ടടുത്തുള്ള ഹോസ്റ്റലിൽ കഴിക്കുന്നു, അല്ലെങ്കിൽ ക്യാന്റീനിൽ ഫുഡ് കഴിക്കേണ്ട ഹോസ്റ്റലുണ്ട്. അവർ ക്യാന്റീനിലും മെസ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കറക്റ്റ് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഓർഡറിൽ ഇത് പ്ലാൻ ചെയ്ത് നടത്തുന്നതുകൊണ്ട് കൃത്യമായിട്ട് ഒരു സമയം ബ്രേക്ക് ചെയ്യുമ്പോൾ എത്ര കുട്ടികൾ ക്യാന്റീനിൽ ഉണ്ടാകും എന്നുള്ളത് ക്യാന്റീനിലെ മാനേജർക്ക് അറിയാം. അതാണ്. അതോടൊപ്പം ഈ ഹോസ്റ്റലിലെ കുട്ടികളാണെങ്കിൽ അവരുടെ വാർഡന്മാരും ടീച്ചേഴ്സും എല്ലാവരും അവിടെ നിന്നാണ് നമ്മുടെ ക്യാന്റീനിലാണ് കഴിക്കുന്നത്. സാറിനെ നമ്മളവിടെ പോയല്ലേ കഴിക്കുന്നത്. അപ്പൊ ഈ കുട്ടികളുടെ ഇടയിൽ ഇരുന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇതെല്ലാം കൃത്യമായിട്ട് കുട്ടികളുടെ ഇടയിൽ ഇരുന്ന് നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇതെല്ലാം നമുക്ക് വാച്ച് ചെയ്യുകയും ചെയ്യാം. അതെല്ലാം ഒരു സംരക്ഷണം ഉണ്ടാകും. എത്രയാണ് നമ്മൾ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങളിൽ തന്നെത്താൻ പഠിക്കുന്നതിലാണ് ഏറ്റവും കൂടുതൽ കാര്യം. അപ്പം എന്നെ തന്നെയാണെങ്കിലും വിളിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഈ മെറിറ്റോറിയസ് ആയിട്ടുള്ള കുട്ടികൾ ചോദിക്കുന്നത് എനിക്ക് എത്രത്തോളം പഠിക്കാനായിട്ട് അവിടെ സാഹചര്യമുണ്ട്, സമയമുണ്ട് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതിന് ഒരു വിദ്യാർത്ഥിക്ക് തന്നെത്താൻ പഠിക്കാൻ എങ്ങനെയാണ് നമ്മൾ ബ്രില്യന്റിലെ സൗകര്യങ്ങൾ? ബ്രില്യന്റിലെ സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സ്കൈ ഇസ് ദ ലിമിറ്റ് എന്ന് നമ്മൾ പറയേണ്ടി വരും. അപ്പം അതായത് അത്രയ്ക്ക് നമ്മൾ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ ശ്രദ്ധാലുക്കളാണ്. ബ്രില്യന്റിനെ മറ്റുള്ളവയിൽ നിന്നും വേർപെടുത്തുന്നതും അത് തന്നെയാണ്. നമ്മൾ വരുന്ന സമയത്ത് ബ്രില്യന്റ് വളരെ കുറഞ്ഞ 1000-ൽ താഴെ കുട്ടികളാണ് ഉണ്ടായിരുന്നത്. അന്ന് കൊടുത്ത ഫെസിലിറ്റിയും ഇന്നത്തെ അതേ ഫെസിലിറ്റി തന്നെയാണ്. അത് ഓർക്കേണ്ടത്. ആളുകൾ എണ്ണം കൂടുന്നതിനനുസരിച്ച് ആ ഫെസിലിറ്റി ബ്രില്യന്റ് വർദ്ധിപ്പിക്കുന്നുണ്ട് ഓരോ കാലത്തും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ ഡിഫറെന്റ് അന്നത്തുമായിട്ട് നോക്കുമ്പോൾ. അന്ന് ബുക്കിഷ് ലേണിംഗ് മാത്രമാണ്, അല്ല അധ്യാപകൻ നേരിട്ട് സംസാരിക്കുക. പക്ഷെ ഇവിടെ അതല്ല. ഉച്ച കഴിഞ്ഞ് ക്ലാസ് കംപ്ലീറ്റ് വൈഫൈ സംവിധാനമുള്ള ക്യാമ്പസ്. അവിടെ ഇരുന്ന് കുട്ടികൾക്ക് ഉച്ച കഴിഞ്ഞ് റെഫറൻസ് കൃത്യമായിട്ട് ഇരുന്ന് പഠിക്കാൻ സാധിക്കും. അത് മോണിറ്റർ ചെയ്യാൻ വേണ്ടി ധാരാളം ആളുകൾ നിൽക്കുക. ക്ലാസ് മെന്റർ എല്ലാവരും നിൽക്കുക, ലൈബ്രറി സ്റ്റാഫുകളെ. അത് ലക്ഷക്കണക്കിന് ബുക്കുകളുള്ള ലൈബ്രറി. ആ ലൈബ്രറിയിൽ നിന്ന് ബുക്ക് എടുത്ത് വന്ന് റെഫറൻസ് ക്ലാസ്സുകളിൽ ഇരുന്ന് പഠിക്കാം. അതുകൂടാതെ ഈ ലേണിംഗ് ആപ്പിൽ അവർക്കുള്ളത് കൊണ്ട് ടാബിലിരുന്ന് വൈഫൈ സംവിധാനങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് അതിൽ നോക്കി വീഡിയോ ക്ലാസ് കാണാം, അതിലെ പ്രോബ്ലംസ് ചെയ്യാം. എന്തിനും ഫെസിലിറ്റി ബ്രില്യന്റിലുണ്ട്. ആ സമയത്ത് ഡൗട്ട് ക്ലിയറൻസിനും വേണമെങ്കിൽ ആ റെഫറൻസിൽ നിന്ന് ഇറങ്ങി പ്രൊഫസർമാര് പ്രോസസ് റൂമിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ പോയി കൃത്യമായിട്ട് ഡൗട്ട് ക്ലിയറൻസ് നടത്താനായിട്ട് സാധിക്കും. അതൊരു ക്ലാസ് ടൈം പോലെ തന്നെയാണ് നമ്മൾ ആഫ്റ്റർനൂൺ സെക്ഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവർക്ക് വെളിയിലിറങ്ങി നടക്കാനാവില്ല. തീർച്ചയായിട്ടും ആ റെഫറൻസിന്റെ റൂമോ അല്ലെങ്കിൽ ക്ലാസ് റൂമോ അതിന് ഉപയോഗിച്ചിരിക്കുകയും ചെയ്യണം. അത് മാത്രമല്ല അതൊക്കെ കൃത്യമായിട്ട് ലിസ്റ്റാണ് സാറേ. ഒരു ക്ലാസ്സിൽ നിന്ന് ഉച്ച കഴിഞ്ഞ് എത്ര കുട്ടികൾ റെഫറൻസ് ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കും ക്ലാസ് മെന്റർ. അപ്പൊ ആ ക്ലാസ് മെന്റർ തയ്യാറാക്കുന്ന ലിസ്റ്റ് നമ്മൾ റെഫറൻസ് റൂമുകളിലെല്ലാം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ റെഫറൻസ് റൂമിൽ അത് വെരിഫൈ ചെയ്യും. അപ്പൊ എന്ന് പറഞ്ഞാൽ 2 ഗുണമാണുള്ളത്. ഹോസ്റ്റലിൽ എത്ര കുട്ടികളുണ്ടെന്ന് ഹോസ്റ്റൽ വാർഡൻ അറിയാം, റെഫറൻസിൽ എത്ര കുട്ടികളുണ്ടെന്ന് റെഫറൻസ് ഇരിക്കുന്നവർ അറിയാം. അപ്പൊ അങ്ങനെ കൃത്യമായിട്ട് റെഫറൻസിന് വന്നിരിക്കുന്നു, അല്ലെ ബാക്കി കുട്ടികൾ ഹോസ്റ്റലിൽ പോകുന്നു, അവർക്ക് അവിടെ ഇരുന്ന് പഠിക്കാം. ഹോസ്റ്റലിലും വൈഫൈ സംവിധാനം ഉണ്ടല്ലോ. അപ്പം ആ ഫെസിലിറ്റി എല്ലാം അവിടെ ഉണ്ട്. അവിടെ അവരെ അവിടുത്തെ വാർഡന്മാരെ നിരീക്ഷിക്കുമ്പോൾ ഇവിടെയുള്ള മെന്റേഴ്സ് ഇവിടെയുള്ള കുട്ടികളെ നിരീക്ഷിക്കുന്നു. അപ്പൊ അത് സൂപ്പർവൈസ്ഡ് ഹോസ്റ്റലിലാണെങ്കിലും അതുപോലെ തന്നെ എല്ലാ സൂപ്പർവൈസ്ഡ് ഹോസ്റ്റലിലും വൈഫൈ ഉണ്ട്. ബ്രില്യന്റിന്റെ ഒരു ഹോസ്റ്റലിൽ എന്തൊക്കെ സംവിധാനങ്ങളുണ്ടോ അതേ സംവിധാനങ്ങൾ സൂപ്പർവൈസ്ഡ് ഹോസ്റ്റലിലും നമ്മൾ
തയ്യാറാക്കിയിട്ടുണ്ട്. ഏതാണ്ട് 5:30 കൂടിയാണ് പെൺകുട്ടികളൊക്കെ ഈ ഒരു ഡിസംബർ വരെയുള്ള സമയത്ത് ക്യാമ്പസിൽ നിന്ന് ഹോസ്റ്റലിലോട്ട് നടന്നു പോവുകയോ അല്ലെങ്കിൽ നമ്മുടെ ബസ് സൗകര്യം ഉപയോഗിച്ച് തന്നെ വാർഡന്മാരുടെ കൂട്ടത്തിൽ തന്നെ അവർ ക്യാമ്പസിലോട്ട് മടങ്ങുന്നത്. എനിക്ക് തോന്നുന്നു അതാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് വിദ്യാർത്ഥികൾ മടങ്ങുന്നതെന്ന് എനിക്ക് തോന്നുന്നു അല്ലെ. നമ്മൾ വലിയൊരാൾക്കൂട്ടമാണ്, അതായത് ബ്രില്യന്റിൽ നിന്ന് ക്ലാസ് വിടുമ്പോൾ ഒരു വലിയൊരാൾക്കൂട്ടമാണ് ബസ് ബേയിൽ അവിടെ ആളുകൾ ഉണ്ടാവുക. പക്ഷെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇവരെങ്ങാണ്, കാരണം എല്ലാ ബസ്സിലേക്ക് കൃത്യമായിട്ട് 70ഓളം ബസ്സുകളും അത് തന്നെ നോക്കാൻ വേണ്ടി തന്നെ 2-3 പേരുണ്ട്. ആ ആളുകള് അവരെ ബസ്സിൽ കയറ്റി വിടുന്നു. ഡ്രൈവർമാരെല്ലാം വളരെ ആക്റ്റീവാണ്, ഏറ്റവും മികച്ച ഡ്രൈവർമാരാണ്. അവർ കൃത്യമായിട്ട് ഹോസ്റ്റലിൽ കൊണ്ട് എത്തിക്കുന്നു. മാക്സിമം ഒരു 20 മിനിറ്റിനുള്ളിൽ എല്ലാ കുട്ടികളും ക്യാമ്പസിൽ നിന്ന് അവരവരുടെ ഹോസ്റ്റലിൽ എത്തുന്നു. പിന്നെ അവർക്ക് പഠനത്തിലേക്ക് ഏർപ്പെടാൻ തീർച്ചയായിട്ടും അവർക്ക് ബാക്കി ഹോസ്റ്റലിലും റെഫറൻസ് സൗകര്യം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവിടെ അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റഡി ഹാളുണ്ട്, സ്റ്റഡി റൂമുകളുണ്ട്, വാർഡന്മാരെ നോക്കുക. ഇത് അക്കാഡമിക് ആയിട്ട് ഒരു വിദ്യാർത്ഥി അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിനി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് സാർ ഇപ്പൊ പറഞ്ഞു തന്നത്. ഇനി സാർ ഇത് കൂടാതെ നിരവധി ഫെസിലിറ്റീസ് ആണല്ലോ നമ്മളെ ക്യാമ്പസിൽ. അപ്പം ഇവർക്ക് ഹോസ്റ്റൽ ഫീസ് അടക്കണം, അല്ലെങ്കിൽ ട്യൂഷൻ ഫീസ് അടക്കണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ സ്നാക്സ് ബാറുകളൊക്കെ ഉപയോഗിക്കണമെങ്കിൽ അത്യാവശ്യം പൈസ കൈ കരുതണം. അപ്പൊ പൈസയായിട്ട് കൈ കരുതേണ്ടതുണ്ടോ? ബാങ്കിങ് ഒരു മേഖല എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? നമ്മൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഒരു ബ്രാഞ്ച് ബ്രില്യന്റ് ക്യാമ്പസിൽ തന്നെ പ്രവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ 2 ATMകൾ എ ബ്ലോക്കിലുണ്ട്, അതുപോലെ തന്നെ ഡയമണ്ട് ബ്ലോക്കിൽ 2 ATM വർക്ക് ചെയ്യുന്നു. അപ്പം ATM കാർഡ് ഉപയോഗിച്ച് തന്നെയാണെങ്കിൽ ധാരാളം. അതുപോലെ നമ്മുടെ സെന്ററുകളിലും തൊട്ടടുത്ത് ബാങ്കിങ് സംവിധാനങ്ങളെല്ലാം സൗകര്യങ്ങളും ഉണ്ട്. അപ്പം ഹോസ്റ്റൽ ഫീസ് അടക്കാനായിട്ട് ഹോസ്റ്റലിൽ തന്നെ വേണമെങ്കിൽ ഓൺലൈൻ പേയ്മെന്റ് സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ കാർഡ് പേയ്മെന്റ് ഉപയോഗിച്ച് അവർക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പം അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് അത്യാവശ്യം ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഒരു കെയർ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം പെൺകുട്ടികളുടെ ഈ പ്രായമാണ്, അല്ല ആൺകുട്ടികളുടെ ആണെങ്കിൽ 16, 17, 18 വയസ്സിൽ തീർച്ചയായിട്ടും അവർക്ക് ആരോഗ്യമായിട്ടുള്ളൊരു കെയർ അത്യാവശ്യമായിട്ടൊരു കാലഘട്ടമാണ്. അവരുടെ ഹോർമോൺ ചേഞ്ചിന്റെ ഒക്കെ ഒരു സമയമാണ്. എങ്ങനെയാണ് ബ്രില്യന്റ് ആ കാര്യങ്ങളിലൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യുന്നത്? ഒരു വെൽ എക്വിപ്ഡ് മെഡിക്കൽ സിസ്റ്റം തന്നെ ബ്രില്യന്റിന് ഉള്ളിൽ തന്നെ പ്രവർത്തിക്കുന്നു. അതായത് നമ്മുടെ ഡോക്ടറുടെ നേതൃത്വത്തിൽ ക്യാമ്പസിൽ എപ്പോഴും ഒരു ക്യാമ്പസിൽ ഒരു ഡോക്ടർ അവൈലബിൾ ആണ്. അപ്പൊ മരീൻ ഹോസ്പിറ്റലിൽ നമ്മൾ തൊട്ടടുത്ത് മരീൻ ഹോസ്പിറ്റലുണ്ട്, പാലാ ഗവൺമെന്റ് ഹോസ്പിറ്റലുണ്ട്, അതുപോലെ തന്നെ ചേർപ്പങ്കൽ മെഡിസിറ്റി ഉണ്ട്. ഇത് വലിയ ഹോസ്പിറ്റലുകൾ തൊട്ടടുത്തുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പം മെഡിക്കൽ കെയർ എന്ന് പറഞ്ഞാൽ വളരെ അത്യാവശ്യമാണ്. ഇത്രയും കുട്ടികൾ പഠിക്കുമ്പോൾ അത് ആവശ്യമുണ്ട്. അതുകൊണ്ട് ക്യാമ്പസിൽ ഒരു ഡോക്ടറും ധാരാളം നഴ്സുമാരുണ്ട്. നഴ്സുമാരുടെ സൗകര്യം 24 hours ലഭ്യമുണ്ട്. അത് ഹോസ്റ്റലുകളിലും നഴ്സുമാർ തന്നെയാണ് വൈകുന്നേരം പോയി പിക്ക് ചെയ്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ കുട്ടികളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നതൊക്കെ നഴ്സുമാരാണ്. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലാസ് ടീച്ചർ വഴി ബന്ധപ്പെട്ടിട്ട് നഴ്സുമാരുടെ സഹായം നേടുകയോ അല്ലെങ്കിൽ ഡോക്ടറുടെ സഹായം നേടുകയോ ഒക്കെ ചെയ്യാം. ഒരു കുട്ടിക്ക് തീരെ വയ്യെങ്കിൽ വീൽ ചെയർ വരെ ഉണ്ടല്ലോ, നമ്മൾ 4ാം നിലയിൽ ലിഫ്റ്റിൽ വീൽ ചെയറിലാണ് കുട്ടികളെ താഴെ മെഡിക്കൽ കെയർ ടീമുള്ള സ്ഥലത്തേക്ക് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകേണ്ട കാര്യമാണ്. അപ്പൊ തന്നെ രക്ഷകർത്താക്കളെ അറിയിച്ച് അതിന് വേണ്ട ബാക്കിയുള്ള നടപടി സെക്കൻഡ്സ്. ഒരു അസുഖം ഉണ്ടാകുന്ന ആദ്യം രക്ഷകർത്താക്കളെ അറിയിക്കുക എന്നുള്ളതാണ് ബ്രില്യന്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാണ് കുട്ടികളെ പെട്ടെന്ന് അവിടെ കൊണ്ടുപോകും, അവിടെ ട്രീറ്റ്മെന്റ് നടത്തും, അതോടൊപ്പം തന്നെ രക്ഷകർത്താക്കളെ അറിയിക്കും. അതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും സാർ, ആരോഗ്യപരമായ കാര്യങ്ങളിൽ ബ്രില്യന്റ് കൊടുക്കുന്ന ഒരു ശ്രദ്ധയെക്കുറിച്ച് സാർ പറഞ്ഞു. ഇവർക്കൊരു മെന്റൽ സപ്പോർട്ടിന്റെ ആവശ്യമുണ്ട്. സാറിന് തീർച്ചയായിട്ടും ഒരു എൻട്രൻസ് കോച്ചിങ് ആണ്. അപ്പം തീർച്ചയായിട്ടും അവർക്കൊരു മെന്റൽ സപ്പോർട്ടിന് ക്ലാസ് മെന്റർമാര്, സാറിനെ പോലുള്ള കോർഡിനേറ്റേഴ്സ്, ഡയറക്ടേഴ്സ് ഒക്കെ എപ്പോഴും ക്യാമ്പസിൽ അവൈലബിൾ ആണോ? എന്താണ് അവർക്കൊരു മെന്റൽ സപ്പോർട്ടിന്റെ ഒരു സിസ്റ്റം? ലോകത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ എഴുതുന്ന ഒരു പരീക്ഷയാണ് നീറ്റ് എക്സാം. അപ്പം നീറ്റ് എക്സാം ആയിക്കോട്ടെ, ജെഇ ആയിക്കോട്ടെ, ബ്രില്യന്റിൽ വരുന്ന കുട്ടികൾ എല്ലാം നല്ല കോമ്പറ്റീറ്റീവ് മൈൻഡോടെയാണ് ഇവിടെ വരുന്നത്. അവർ തന്നെയാണ് മത്സരിക്കുകയാണ്. അത് കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച വിദ്യാർത്ഥികളാകുമ്പോൾ അവർ നമ്മളെ കോമ്പറ്റീഷൻ അല്പം കൂടുതലാണ്. അപ്പൊ നമുക്ക് ആ കോമ്പറ്റീഷനിലേക്ക് വരുമ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും ധാരാളം സംശയങ്ങൾ വരാം. എങ്ങനെ പഠിക്കണം, ഞാൻ പഠിക്കുന്ന മെത്തേഡ് ശരിയാണോ? അതിനുള്ള ഗൈഡ് ലൈൻസ് കൊടുക്കുന്നത് ആദ്യം എന്ന് പറയുന്നത് ക്ലാസ് ടീച്ചറാണ്. ക്ലാസ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ബ്രില്യന്റ് ഒരു ബാക്ക് ബോൺ ആണ്. ശരിക്കും അത് ആ ഏറ്റവും നല്ല സംവിധാനമാണ് ബ്രില്യന്റ്. PG കഴിഞ്ഞിട്ട് ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളത് സബ്ജക്റ്റിൽ ഏറ്റവും മികച്ച ആൾക്കാർ തന്നെയാണ് ക്ലാസ് ടീച്ചറായിട്ട് വരുന്നത്. അവര് കൃത്യമായിട്ട് നിന്ന് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അവർക്കറിയാം ഒരു കുട്ടിയുടെ പ്രോഗ്രസ് എന്താണെന്നുള്ളത്. അപ്പൊ അവർ കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ ഒരു കുട്ടി അല്പം പുറകോട്ട് പോയാൽ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. അപ്പൊ ചില സാഹചര്യത്തിൽ ക്ലാസ് ടീച്ചർമാരുടെ സപ്പോർട്ട് മാത്രം പോരാതെ വരും. അങ്ങനെ വരുന്ന കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ കൗൺസിലിംഗ്, പ്രൊഫഷണൽ കൗൺസിലേഴ്സ് ബ്രില്യന്റിലുണ്ട്. പ്രൊഫഷണൽ കൗൺസിലേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, അവർ മെഡിക്കൽ സൈക്കാട്രി ഇതൊക്കെ പഠിച്ചിട്ട് വന്ന കൃത്യമായിട്ട് കാര്യങ്ങൾ കുട്ടികളെ സൈക്കോളജിക്കലായിട്ടുള്ള അവരോട് സംസാരിച്ച് കഴിയുമ്പോൾ അവരുടെ പ്രശ്നം എന്താണെന്ന് കണ്ടെത്തി അതിന് പരിഹാരം അർപ്പിക്കാൻ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് ക്ലാസ് മെന്റർ വഴി തന്നെയാണ്. അതെ അതുകൂടാതെ നമ്മൾ കോർഡിനേറ്റർ സംസാരിക്കും, അതുപോലെ ഡയറക്ടേഴ്സിനോട് സംസാരിക്കാം. എല്ലാം അതായത് ബ്രില്യന്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓപ്പൺ ആണ്, 24 hours നമുക്ക് അപ്രോച്ചബിൾ ആണ് ബ്രില്യന്റിന്റെ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം മെഡിക്കൽ കൗൺസിലിംഗ് ടീമും ഡോക്ടേഴ്സും നഴ്സിംഗ് ടീമും ഒക്കെ ഉള്ള
വളരെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രവർത്തിക്കുന്ന ക്യാമ്പസ് തന്നെയാണ് എല്ലാ ക്യാമ്പസുകളും. തീർച്ചയായിട്ടും അത് പ്രധാനപ്പെട്ടത് തന്നെയാണ്. കാരണം ഇനി നമുക്ക് അറിയാം രക്ഷകർത്താക്കൾക്കൊരു ഇതിനകത്ത് എങ്ങനെയാണ് ഇൻവോൾവ് ചെയ്യാൻ സാധിക്കുന്നത്, അവരുമായിട്ടുള്ളൊരു മീഡിയം എങ്ങനെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. കുട്ടികളോട് ബ്രില്യന്റ് ഇടപെടുന്നത് പോലെ തന്നെയാണ് പേരൻസിനോടും. അപ്പൊ കൃത്യമായിട്ട് നമുക്കറിയാം പരീക്ഷകളൊക്കെ കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് മീറ്റിങ്ങുകളുണ്ട്. ഓരോ ആഴ്ചയിലും മീറ്റിങ്ങുകളുണ്ട്. മീറ്റിങ്ങിൽ ഡയറക്ടേഴ്സും കോർഡിനേറ്റേഴ്സും പേരൻസുമായിട്ട് സംസാരിക്കും, അവരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകും. അപ്പം എന്താണ് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്നത് അത് തന്നെ പേരൻസിനോട് നമ്മൾ പറഞ്ഞു കൊടുക്കും. എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളായിരിക്കണം പേരന്റിനെ കുട്ടി വിളിക്കുമ്പോൾ പേരന്റിന് നിർദ്ദേശിക്കാനുള്ളത്. അപ്പൊ സിസ്റ്റമാറ്റിക് ആയിട്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് അവിടുന്ന് കേൾക്കുന്നതും ഇവിടുന്ന് കേൾക്കുന്നതും ഒന്നാകുന്നതുകൊണ്ട് കുട്ടികൾക്ക് ഒരേ വേവ് ലെങ്തിൽ ചിന്തിച്ച് കൃത്യമായിട്ട് കാര്യങ്ങളിലേക്ക് പോകാനായിട്ട് സാധിച്ചു. അവർക്ക് ക്യാമ്പസിൽ വന്ന് കുട്ടികളെ എപ്പോൾ വേണമെങ്കിലും കാണുകയും ക്ലാസ് മെന്ററെ കാണാനൊക്കെ സാധിക്കില്ല. എപ്പോൾ വേണമെങ്കിലും കാണാം. നമ്മൾ ഉറപ്പായിട്ട് 2 പ്രാവശ്യമെങ്കിലും വിളിപ്പിക്കുക തന്നെ ചെയ്യും. അത് പേരന്റ്സ് മീറ്റിംഗ് ഉണ്ട്. ആ പേരന്റ്സ് മീറ്റിംഗ് വളരെ ഉപകാരപ്പെടും. കാരണം കുട്ടീനെ ഇരുത്തി ക്ലാസ് ടീച്ചറും കോർഡിനേറ്ററും ഒക്കെ കൂടി ഇരുന്നാണ് സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സംസാരിക്കുന്നത് കൊണ്ട് കുട്ടിക്കും കൃത്യമായിട്ട്, അതായത് കുട്ടിക്ക് അതുകൊണ്ട് ഒരു അഡ്വാൻറ്റേജ് കൂടുക ചെയ്യുന്നത്. അതായത് പഠിക്കാനുള്ള രീതി കൃത്യമായിട്ട് മനസ്സിലാകും. എന്താണ് പുറകോട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെ പഠിച്ചാൽ ഇനിയും ബെറ്റർ ആകാം, അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ പറയും. നമുക്ക് ശനിയും ഞായറും നമുക്ക് സ്റ്റഡി ലീവാണ്, കൃത്യമായിട്ട് റെഫറൻസ് ഉപയോഗിക്കേണ്ട സമയങ്ങളാണ്. അതുപോലെ തന്നെ പരീക്ഷാ രീതിയും ഇതും കൂടെ സാർ പ്രേക്ഷകർക്കായിട്ടൊന്ന് പറഞ്ഞു കൊടുത്താൽ നന്നായിരുന്നു. അതായത് നമ്മൾ മൺഡേ ടു ഫ്രൈഡേ ക്ലാസ്സുകൾ കഴിഞ്ഞാൽ സാറ്റർഡേ സൺഡേ നമ്മൾ സ്റ്റഡി ലീവ് ആണല്ലോ. സ്റ്റഡി ലീവില് 2 രീതി അവർക്ക് ഓപ്റ്റ് ചെയ്യാം. ഒന്നുകിൽ അവർക്ക് ഹോസ്റ്റലിൽ ഇരുന്ന് തന്നെ പഠിക്കാം. കാരണം അവിടെ എല്ലാ സംവിധാനങ്ങളും അവിടെ ഇരുന്ന് കൃത്യമായിട്ട് പഠിക്കാം. വൈഫൈയും ഉണ്ട്, ലൈബ്രറിയും ഉണ്ട്, അത്യാവശ്യമുള്ള അപ്പോൾ ഒരു സംശയം വരും, അവർക്ക് ഡൗട്ട് വരുന്നത് ചെയ്യും. അന്നേരം ഈ ലേണിംഗ് ആപ്പിലേക്ക് ഇട്ടാൽ മതി. അവിടെ ഡൗട്ട് ക്ലിയറൻസ് ഫോറം ഉണ്ടല്ലോ, ആ ഡൗട്ട് ക്ലിയറൻസിലേക്ക് ക്വസ്റ്റ്യൻസ് ഇട്ട് കൊടുത്താൽ വിതിൻ സെക്കൻഡ്സ് അധ്യാപകരെല്ലാവരും നോക്കിയിരിക്കുക ഒരു ക്വസ്റ്റ്യൻ വരാൻ. അന്നേരം ആൻസർ കൊടുക്കുക. കൃത്യമായിട്ട് അവർക്ക് വോയിസ് ആയിട്ട് കിട്ടും, അല്ലാണ്ട് സൊല്യൂഷനായിട്ട് ഡീറ്റെയിൽ സൊല്യൂഷനായിട്ട് എഴുതി കൊടുക്കും. ഇതേത് രീതിയിൽ വേണോ അവർക്കത് അന്നേരം തന്നെ വേണം. 5 മിനിറ്റ്സ് അവർക്ക് ഇതിന്റെ ആൻസർ കിട്ടും. അത് അങ്ങനെ ഉപയോഗിക്കാം. അതല്ല അപ്പൊ അങ്ങനെയുള്ള ഒരു ക്യാമ്പസിലേക്ക് റഫറൻസിനായിട്ട് വരും. ആ റഫറൻസിന് വരുന്നത് വാഹന സൗകര്യമുണ്ട്. ഹോസ്റ്റലുകളിൽ നിന്ന് കുട്ടികളെ വാഹനത്തിൽ, നമ്മുടെ ബ്രില്യന്റിന്റെ വാഹനത്തിൽ ഇവിടെ ക്യാമ്പസിൽ കൊണ്ടുവരും. ക്യാമ്പസിൽ റഫറൻസ് സൗകര്യമുണ്ട്. അതെല്ലാ ക്യാമ്പസുകളിലും ഉണ്ട്. അവിടെ ക്യാമ്പസുകളിൽ, അതായത് എവിടെ ആയിക്കോട്ടെ, ബ്രില്യന്റിന്റെ സംവിധാനങ്ങളെല്ലാം ഒരേപോലെ. അതായത് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ത്രൂ ഓൾ സെന്റേഴ്സ് ബ്രില്യന്റ് കൊടുക്കുന്നത് സെയിം ആയിരിക്കും. അപ്പം അങ്ങനെ അവിടെ ക്ലാസ്സിൽ വന്നിരിക്കുന്ന കുട്ടികൾ, അല്ലെ റഫറൻസ് ഹാളിൽ വന്നിരിക്കുന്ന കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇന്ന് പ്രൊഫസേഴ്സിനോട് ചോദിക്കാം. അങ്ങനെ ചെയ്യാം. 2 ദിവസം ഇങ്ങനെ പഠിച്ചതിന് ശേഷമാണ് തിങ്കളാഴ്ചത്തെ എക്സാം. അപ്പൊ ആ എക്സാമിൽ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാകും. കാരണം 5 ദിവസത്തെ ക്ലാസ്സുകൾ 2 ദിവസം കൃത്യമായിട്ട് 3 ചാപ്റ്റർ പഠിക്കാൻ വേണ്ടി, അല്ല 4 ചാപ്റ്റർ പഠിക്കാൻ വേണ്ടി സമയം കൊടുത്തിരിക്കുന്നത്. ആ ആഴ്ച പഠിച്ചത് തന്നെയാണ് പിറ്റേ ആഴ്ചത്തെ പരീക്ഷ. അങ്ങനെ കൃത്യമായിട്ട് ആ പരീക്ഷകൾ എഴുതുമ്പം അവര് തലേദിവസം വായിക്കും എന്താണ് നാളത്തെ ടോപ്പിക് എന്നുള്ളത്. ഒന്ന് ഓർത്ത് നോക്കി, തലേദിവസം അത് വായിച്ചിട്ടാണ് നാളത്തെ ക്ലാസ്സിലേക്ക് വരുന്നത്. ആ ക്ലാസ്സിലേക്ക് വന്നു കഴിയുമ്പം അവിടെ അത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകുന്നു. അതിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുന്നു. അങ്ങനെ ഒരാഴ്ച പഠിച്ച കാര്യങ്ങൾ സാറ്റർഡേ സൺഡേ ഇരുന്ന് പഠിച്ച് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്തതിന് ശേഷം തിങ്കളാഴ്ച രാവിലെ എക്സാം കൂളായിട്ട് എക്സാം എഴുതാൻ സാധിക്കും. കാരണം എത്രത്തോളം ആ ചാപ്റ്ററിനെ മനസ്സിലാക്കി എന്നുള്ളത് കൃത്യമായിട്ട് കുട്ടിക്കും പേരൻസിനും മനസ്സിലാക്കാൻ. 2025 നീറ്റ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി കഴിഞ്ഞു. പരീക്ഷ വളരെ ടഫായിരുന്നു. അപ്പൊ നമ്മൾ കൃത്യമായ ഗൈഡൻസ് കൊടുത്തിട്ടുണ്ട്. പരീക്ഷ എളുപ്പമാണെങ്കിൽ ഇന്ത്യയിലെ എല്ലാ കുട്ടികൾക്കും എളുപ്പമായിരിക്കും. പരീക്ഷ ആവറേജ് ആണെങ്കിൽ ഇന്ത്യയിലെ എല്ലാ കുട്ടികൾക്കും ആവറേജ് എക്സാം ആയിരിക്കും. പരീക്ഷ ടഫാണെങ്കിൽ ഇന്ത്യയിലെ എല്ലാ കുട്ടികൾക്കും ടഫായിരിക്കും. അപ്പോൾ ടഫാണെങ്കിൽ മാർക്ക് കട്ട് ഓഫ് അതുപോലെ താഴത്തേക്ക് വരും. അതുപോലെ തന്നെ ഫസ്റ്റ് റാങ്കിന്റെ ഉൾപ്പെടെ റാങ്ക് താഴത്തേക്ക്, മാർക്കിൽ താഴത്തേക്ക് വരും. അപ്പൊ അങ്ങനെ ഒരു സംവിധാനം കൃത്യമായിട്ട് ബ്രില്യന്റ് ഗൈഡൻസ് കൊടുക്കുന്നതുകൊണ്ട് കുട്ടികൾ പരീക്ഷ കൃത്യമായിട്ട് എഴുതിയിട്ട് വന്ന് പറഞ്ഞുകൊണ്ട് പരീക്ഷ വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും കുട്ടികൾക്ക് ആത്മസംയമനത്തോടെ പരീക്ഷ എഴുതാൻ സാധിച്ചു. അങ്ങനെ നമ്മൾ പരീക്ഷ ടഫാക്കി നടത്തും, ആവറേജ് ആക്കി നടത്തും, സിമ്പിൾ ആയിട്ട് നടത്തും, വെരി സിമ്പിൾ ആയിട്ട് പരീക്ഷ നടത്തും. അങ്ങനെ പല പാറ്റേണിൽ പരീക്ഷകൾ നടത്തുന്നതുകൊണ്ട് കുട്ടികൾക്ക് അതിന്റെ അഡ്വാൻറ്റേജ് കിട്ടും. ഈ വർഷം നമ്മൾ പ്രത്യേകിച്ചും സാർമാരെല്ലാം പറഞ്ഞിട്ടുണ്ട്, അത് ടഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെ സിമ്പിൾ ആയി ചെയ്യാം എന്നുള്ള കാര്യം കൂടെ ഈ വർഷം നമ്മൾ ഫോക്കസ് ചെയ്യും. അതായത് ഇപ്പൊ IIT JEE അഡ്വാൻസ് നമുക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് ഇടുന്ന ബ്രില്യന്റ്. അപ്പൊ അത്രയും ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എഴുതിയിട്ട് നമ്മുടെ കുട്ടികൾക്ക് റിസൾട്ട് അത്രയും കിട്ടുന്നുണ്ടെങ്കിൽ അതേ സംവിധാനത്തിൽ ടഫ് ക്വസ്റ്റ്യൻസ് വന്നാൽ വിതിൻ 1 മിനിറ്റ് എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളൊരു സംവിധാനം കൂടി നമ്മൾ ഇത്തവണ, അതായത് പരീക്ഷ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തൊട്ട് തന്നെ സാർമാര് ഗൂഢമായിട്ട് ആലോചന നടത്തി, കൃത്യമായിട്ട് ആലോചന നടത്തി അത് എക്സിക്യൂട്ട് ചെയ്യും. സാറേ, പല ദിവസങ്ങളിലായിട്ട് നമ്മളുടെ അക്കാഡമിക് സെഷനുകൾ അതുപോലെ എല്ലാ കാര്യങ്ങളും ഫെസിലിറ്റീസിനെ കുറിച്ച് പറഞ്ഞു. അപ്പം
ക്ലാസ് തീരുന്ന സമയം, സാറ് ക്ലാസ് തുടങ്ങുന്ന സമയങ്ങളെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ക്ലാസ് തീരുന്ന സമയങ്ങളും ഇവര് തിരിച്ച് ഹോസ്റ്റലിലോട്ട് ചെന്നിട്ടുള്ള സ്നാക്സ് ഒക്കെ അവർക്ക് അവിടെ ഉണ്ടല്ലോ, വൈകുന്നേരത്തെ ഭക്ഷണത്തിനെ കുറിച്ചും അതിനെക്കുറിച്ചും കൂടി ക്ലാസ് തീരുന്ന സമയങ്ങൾ. ബെർലിന്റെ കുട്ടിയെ സംബന്ധിച്ച് ഓരോ ദിവസവും പ്രധാനപ്പെട്ടതാണ്, ഓരോ ദിവസവും വ്യത്യസ്തവുമാണ്. തിങ്കളാഴ്ച പോലെ അല്ല വെള്ളിയാഴ്ച ദിവസം. തിങ്കളാഴ്ച ഒരു പരീക്ഷ എഴുതാൻ വന്നെങ്കിൽ അതെ എല്ലാ ദിവസവും അതെ ഫുഡ് എന്നാണല്ലോ. ഫുഡ് അതായത് ലോകത്തിലെല്ലാവരും ആഹാരം, വസ്ത്രം, പാർപ്പിടം, ആദ്യത്തിൽ പ്രാധാന്യം ആഹാരം. ശരിക്കും പഠിക്കുന്നത് പോലും ആഹാരത്തിനുള്ള വക കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അപ്പം ആഹാരം ഏറ്റവും നല്ലതായിരിക്കണം. അത് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ബെർലിന് നൽകുന്നത്. എനിക്ക് തോന്നുന്നു 4 പ്രാവശ്യത്തോളം തന്നെ ഒരു ദിവസം 4 നേരം. അതായത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ലഞ്ച് ഉണ്ട്, വൈകുന്നേരം ഈവനിങ് സ്നാക്സും ടീ ഓർ കോഫി ഉണ്ട്. ഇനി മിൽക്ക് വേണ്ടവർക്ക് മിൽക്ക് ഉണ്ട്, അത് കൃത്യമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ബ്ലാക്ക് കോഫി വേണ്ടവർക്ക് ബ്ലാക്ക് കോഫി, ഇതെല്ലാം ഉണ്ട്. ഇനി വൈകുന്നേരം നമ്മൾ വൈകിട്ട് സപ്പറും ഉണ്ട്. ഇത് കൂടാതെയാണ് നമ്മൾ സ്നാക്സ് ബാറിന്റെ, ജ്യൂസ് ബാറിന്റെ ഒക്കെ അതെല്ലാം അവരുടെ ഇഷ്ടം അനുസരിച്ച് യൂസ് ചെയ്യാം. നമുക്ക് ക്ലാസ്സുകളെല്ലാം തന്നെ തീരുന്നത് ഏതാണ്ട് 1:30 അല്ലെ, ഉച്ചയ്ക്ക് 1:30 തീരുന്നുണ്ട്, 2 മണിക്ക് 2:30 തീരുന്നു, 3:30 വരെ തീരുന്ന സമയങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് ക്യാമ്പസിൽ തന്നെ ഇരുന്ന് റെഫറൻസ് സൗകര്യങ്ങളെല്ലാം ഉപയോഗിച്ചതിന് ശേഷമാണ് ഇവര് ഹോസ്റ്റലിലോട്ട് മടങ്ങുന്നത്. കുറച്ച് കുട്ടികൾ അങ്ങനെ ഇരിക്കുന്നു, അല്ലാത്തവർക്ക് ഉച്ചയ്ക്ക് തന്നെ ആ ക്ലാസ് തീരുന്നതോടെ തന്നെ ഹോസ്റ്റലിലേക്ക് മടങ്ങുകയും ചെയ്യാം. അങ്ങനെ ഹോസ്റ്റലിൽ ചെന്നാൽ അവർ വീണ്ടും അന്ന് പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനം. ഫ്രഷ് ആയി വന്നതിന് ശേഷം അവർ കുളിച്ച് റെഡിയായി വന്ന് വീണ്ടും പഠിക്കുകയാണ്. അത് കൃത്യമായിട്ട് പഠിക്കാനുള്ള സൗകര്യം, ഏറ്റവും നല്ല ഫെസിലിറ്റി, അവിടെ സ്റ്റഡി ഹോളുകള്, ഇനി റൂമിൽ തന്നെ ഇരുന്ന് പഠിക്കാനുള്ള സൗകര്യം. എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് ഈ ബെർലിന്റെ എപ്പോഴും ഹോസ്റ്റലും ക്യാമ്പസും രണ്ടായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഒരിക്കലും നമ്മൾ ഹോസ്റ്റൽ ക്ലാസ്സുകൾ നടത്തുകയോ അങ്ങനെ ഒരു സംവിധാനം ഒരിക്കലും നമുക്ക് ഒരിക്കലും ഹോസ്റ്റൽ എന്നാ പിന്നെ അതിന്റെ പേര് ഹോസ്റ്റൽ എന്നല്ലല്ലോ. തീർച്ചയായിട്ടും അല്ല ക്യാമ്പസ്, നമ്മൾ ക്ലാസ് റൂം എന്നും അല്ലല്ലോ അതിന്റെ പേര്. അപ്പൊ ഹോസ്റ്റലും ക്ലാസ്സും കൂടി അതെങ്ങനെ നമ്മൾ അതിനെ നിർവചിക്കും? ഒരിക്കലും നിർവചിക്കാൻ സാധിക്കില്ല. ആരോഗ്യകരമായ ഉറക്കമൊക്കെ അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ദിവസം നമ്മൾ 6 മണിക്കൂറെങ്കിലും ഉറങ്ങണമെന്ന് കമ്പൽസറി ആയിട്ട് നമ്മുടെ കുട്ടികളോട് എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. അതാണ് ചെയ്യുന്നത്. കാരണം അത് പിറ്റേ ദിവസത്തെ ക്ലാസ്സിന് ഏറ്റവും എഫക്റ്റീവ് തന്നെ ആയിരിക്കുകയും ചെയ്യണം. നമ്മൾ കുട്ടികളോട് പറയുന്നത് 14 മണിക്കൂർ പഠിത്തമുണ്ട് എന്ന് പറഞ്ഞാൽ പഠിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. 14 മണിക്കൂർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ക്ലാസ് എടുക്കുന്ന മണിക്കൂറുകളുണ്ട്. അതുകൂടാതെ ഒരു ഹോസ്റ്റലിലോ ഒക്കെ ഇരുന്ന് പഠിച്ചൊരു ദിവസം 14 മണിക്കൂർ പഠിച്ചാൽ ബാലൻസ് 10 മണിക്കൂറുണ്ട്. അതിൽ 6 മണിക്കൂർ കൃത്യമായിട്ട് ഉറങ്ങണം. ഈ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് അതൊരു തപസ്യയാണ്. MBBS കിട്ടണമെങ്കിൽ പഠനം ഒരു തപസ്യയാകുന്നവർക്ക് മാത്രമേ കിട്ടുള്ളൂ. അല്ലാണ്ട് അതിനകത്ത് വേറെ എൻജോയ്മെന്റുകൾക്കൊന്നും സ്ഥാനമില്ല. അപ്പൊ യൂട്യൂബ് കാണാൻ പോകാനോ ഇൻസ്റ്റാഗ്രാം പോകാനോ അങ്ങനെയുള്ളവർക്ക് അതിലേക്ക് പോകാം. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ ക്യാമ്പസുകളിൽ അങ്ങനെ കുട്ടികൾ ഒരിക്കൽ പോലും ഇൻസ്റ്റാഗ്രാമിന് പുറകെയോ യൂട്യൂബിന് പുറകെ അങ്ങനെ പോകാറില്ല. നമ്മൾ യൂട്യൂബ് തന്നെ ചെയ്യുന്ന ആർക്കും വേണ്ടിയാ, പേരൻസിന് വേണ്ടിയാ. പേരൻസ് കണ്ടിട്ട് കാര്യങ്ങൾ പറയുക, അത് കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ നിർദ്ദേശിക്കുകയാണ്, ക്ലാസ്സിൽ പറയുകയാണ്. അപ്പൊ കുട്ടികൾ ഇരുന്ന് പഠിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടു വന്നിരിക്കുന്ന കുട്ടികൾ. അപ്പം അവർക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ കാറ്റലിസ്റ്റാ ഇവരെ അതില് പെട്ടെന്ന് അതിലേക്ക് എത്തിക്കാനുള്ള ഒരു ഉപകരണങ്ങളാണല്ലോ. ഏതാണ്ട് 11-11:30 ആകുമ്പോൾ വിദ്യാർത്ഥികളെല്ലാം തന്നെ ഉറക്കത്തിലോട്ട് എത്ര സമയങ്ങളിൽ നിന്ന് പഠിക്കാനുള്ള സംവിധാനമുണ്ട്. പക്ഷേ എങ്കിൽ പോലും കുട്ടികൾ ഏറ്റവും നന്നായിട്ട് നമ്മൾ കണ്ടേക്കുന്നത് 11 മണിക്ക് കിടന്നിട്ട് 5 മണിക്ക് എഴുന്നേൽക്കുന്ന കുട്ടികളാണ് ഒരു 90% കുട്ടികളും. റിസൾട്ട് ഉണ്ടാകുന്ന കുട്ടികളുടെ ടൈം ഷെഡ്യൂളും അത് തന്നെയാണ്. ഇതാണ് ബെർലിന്റെ ഒരു ദിവസത്തെ ഒരു സെഷൻ നമുക്ക് വേണം പറയാൻ സാധിക്കും. പിന്നെ ഓരോ ദിവസവും അതിൻ്റെതായ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണും. ടോപ്പിക്സ് വ്യത്യാസം വരും, ഫുഡിന്റെ വ്യത്യാസം വരും, പിന്നെ ബസ്സുകൾ മാറുന്നുണ്ട്. അതായത് സ്ഥിരമായിട്ടൊരു ബസ്സല്ലോ, അതായത് പല സംവിധാനമുള്ള ബെർലിന്റെ ബസ്സുണ്ട്. അതായത് AC ബസ്സുകളുണ്ട്, എയർ ബസ്സുകളുണ്ട്, അപ്പോൾ അതുപോലെ ചെറിയ മിനി ബസ്സുകളുണ്ട്. അതുകൂടാതെ ധാരാളം തൊട്ടടുത്തുള്ള ക്യാമ്പസിൽ നിന്ന് ഒരു കുട്ടി ഇപ്പൊ ബസ് മിസ്സായെന്ന് വിചാരിക്കുക. അപ്പൊ ബസ് മിസ്സായി ഒരു കുട്ടി ഡൗട്ട് കിടഞ്ഞു, ആ കുട്ടിയെ നമ്മൾ വേറെ ചെറിയ വണ്ടിയാണല്ലോ അന്നേരം കൊണ്ട് ഹോസ്റ്റലിൽ എത്തിക്കും എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് റൂമുകളാണെങ്കിലും AC ക്ലാസ് റൂമുകളുണ്ട്, നോൺ AC ക്ലാസ് റൂമുണ്ട്. ഇവർക്ക് ക്ലാസ് റൂമുകൾ റൊട്ടേറ്റ് ചെയ്യുമോ? ഇവർക്ക് ഒരു അത് ഒരേ ക്ലാസ്സിലായിരിക്കും ഒരു അക്കാഡമിക് മൊത്തം? അല്ലല്ല, നമ്മൾ പറഞ്ഞല്ലോ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ സെയിം എല്ലാ സ്റ്റുഡൻസിനും കൊടുക്കണമെന്ന്. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സംവിധാനങ്ങളും എല്ലാ കുട്ടികളും എല്ലാം ഉപയോഗിച്ചതിന് ശേഷം വേണം ബെർലിനിൽ നിന്ന് പോകാൻ. അതുകൊണ്ട് ഇപ്പൊ AC ക്ലാസ് റൂമുകളുണ്ടെങ്കിൽ ആ AC ക്ലാസ് റൂമിൽ ഒരാഴ്ച ഇരുന്നാൽ അടുത്തത് നോൺ AC ക്ലാസ്സിലേക്ക് മാറ്റാം. അപ്പം അത് അവരുടെ ആ ഒരു പശ്ചാത്തലങ്ങൾ മാറണമല്ലോ സ്ഥിരമായിട്ട്. അപ്പം എല്ലാ ദിവസവും നമ്മൾ ചോറും അവിയലും തന്നെ കഴിച്ചാൽ ശരിയാവോ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ക്ലാസ് റൂം ഫെസിലിറ്റി മാറണം. ക്ലാസ് ടീച്ചർ കൂടെ ഉണ്ട്, പഠിപ്പിക്കുന്ന അധ്യാപകരും കൂടെ ഉണ്ടാവും. പക്ഷെ സംവിധാനങ്ങൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അല്പം മാറും. പക്ഷെ അതെല്ലാം ഒരേ ഫെസിലിറ്റിയാണ് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും. നീറ്റ് 2026 നമുക്കറിയില്ല കഠിനമാണോ ടഫാണോ അല്ലെങ്കിൽ എളുപ്പമാണോ നമുക്കറിയില്ല. പക്ഷെ കൃത്യമായ പ്ലാൻ അത് ബെർലിൻ സ്റ്റഡി സെന്ററിനുണ്ട്. അതുകൊണ്ട് തീർച്ചയായും നമുക്കറിയാം. അതായത് 41 വർഷത്തിലധികമായിട്ട് ഇത്രയധികം ഡോക്ടർമാർ ഇവിടെ ഉണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ 41 വർഷം, ഈ 40ാമത്തെ വർഷം ആലോചിച്ചേ, 40ാമത്തെ വർഷം ബെർലിന്റെ പിള്ളേരെ കിട്ടണമെങ്കിൽ 41 വർഷം മുമ്പ് റിസൾട്ട് ഉണ്ടെന്നുള്ളതാണ്. അത് ഇനി 30 വർഷം പുറത്തെടുത്തേ അന്നും റിസൾട്ട് ഉണ്ട്. ഇപ്പൊ നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും മികച്ച ഡോക്ടർമാരെല്ലാം ബെർലിനിലെ വിദ്യാർത്ഥികളായിരുന്നു ഒരിക്കൽ. അപ്പൊ അവരുടെ മക്കളാണ് 20 വർഷം പുറത്തെടുത്തേ അന്നും മികച്ച റിസൾട്ട് ഉണ്ട്. എന്തുകൊണ്ടാണ് ബെർലിനിലേക്ക്, അതായത്
എല്ലാ വഴികളും ബ്രില്യന്റിലേക്ക് ഓരോ റിസൾട്ട് കാലവും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചെന്നാല് ബ്രില്യന്റിൽ റിസൾട്ട് ഉണ്ട്. റിസൾട്ട് ഉള്ളത് പഠിച്ചാലേ കാര്യമുള്ളൂ എന്ന് എല്ലാവർക്കും ബോധ്യമുണ്ട്. അതല്ലാണ്ട് നമ്മൾ ഒരു ബഹളം വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവിടെ പിള്ളേരെ കൂടുതൽ എൻജോയ്, അതിന് സ്കൂൾ കലോത്സവങ്ങളുണ്ട്. അതായത് നമ്മൾ ഇവിടെ കോച്ചിങ്ങിന്റെ ഭാഗത്ത് അതില്ല. അതൊരു പഠനം സീരിയസ് ആയിട്ട് എടുക്കണം. അത് അധ്യാപകരും ഡയറക്ടേഴ്സും മാനേജ്മെന്റും മുഴുവൻ അതിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുമ്പോഴാണ് റിസൾട്ട് ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും നമ്മൾ മാനേജ്മെന്റ് ഡയറക്ടേഴ്സിനെ തന്നെ നോക്കിയാൽ അവർ ടൂർ പോകാറില്ല. അവര് 24 മണിക്കൂറും 365 ദിവസവും കുട്ടികളുടെ കൂടെ ഓരോ ക്യാമ്പസിലേക്കും പോയിക്കൊണ്ടിരിക്കുക വിസിറ്റ്. അപ്പൊ അത് ആ ഒരു സിസ്റ്റം ബ്രില്യന്റ് ഉണ്ടാക്കുന്നത്. ബ്രില്യന്റ് സിസ്റ്റം ഡ്രിവൺ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എന്ന് പറഞ്ഞാൽ കൃത്യമായ സിസ്റ്റത്തിലൂടെ റിസൾട്ട് ഉണ്ടാകുക. അതുകൊണ്ടാണ് 41 വർഷം മുമ്പ് ഡോക്ടർ ഉണ്ടെങ്കിൽ ഇപ്പോഴും റിസൾട്ട് ഉണ്ട്. അത് പരീക്ഷ ഈസി ആയിക്കോട്ടെ, ആവറേജ് ആയിക്കോട്ടെ, ഡിഫിക്കൽട്ട് ആയിക്കോട്ടെ, വെരി സിമ്പിൾ ആയിക്കോട്ടെ, ഒന്നാമൻ ബ്രില്യന്റിലാണ്. തീർച്ചയായിട്ടും ഈ 2026 വേണ്ടിയിട്ട് വരുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. കാരണം ഫെസിലിറ്റികളെല്ലാം എല്ലാ ക്യാമ്പസുകളിലും ഒരുപോലെയാണ്. അതൊരു വിജയിച്ച സിസ്റ്റവുമാണ്. നിങ്ങൾക്ക് അതിനെ 100% വിശ്വസിച്ചുകൊണ്ട് വരാം. അത് ഉപയോഗിക്കാനുള്ള ഒരു മനസ്സുമായിട്ട് നിങ്ങൾ കടന്നു വരണം. കാരണം നിങ്ങൾക്ക് പഠിക്കാനുള്ള അന്തരീക്ഷം, റെഫറൻസിനുള്ള അന്തരീക്ഷം, ഏത് കാര്യങ്ങളിലും ഒരു പടി മുന്നിൽ ഞങ്ങൾ തയ്യാറെടുത്തിട്ടുണ്ട്. എക്സാമിന് മേൽ വ്യക്തമായ മാനസിക ആധിപത്യം സ്ഥാപിക്കണം. തീർച്ചയായിട്ടും അതായത് ആ എക്സാം ഇട്ടതിനെ കഴിഞ്ഞ് മുകളിലാണ് നമ്മുടെ ചിന്താശേഷി എന്നുള്ളത് മനസ്സിൽ ഗ്രഹിച്ചുകൊണ്ട് ഒരു എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ അതിനെ കീഴ്പ്പെടുത്തി അതിന്റെ ചിന്താശേഷി കൊണ്ട് അതിനെ മുകളിൽ കാരണമായിട്ട് ഒരു വിദ്യാർത്ഥി സാധിക്കും. അങ്ങനെയാണ് ബ്രില്യന്റിൽ എക്കാലത്തെയും വിദ്യാർത്ഥികൾ റിസൾട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ബ്രില്യന്റ് ഒന്നാമൻ മാത്രമല്ല, സീരീസ് ഓഫ് റാങ്കുകളാണ്. അതായത് ഒരു 100 റാങ്ക് എടുത്താൽ 90 ബ്രില്യന്റ് വരുന്നു, 1000 എടുക്കുമ്പോൾ 900 എണ്ണം വരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം 5500 MBBS സീറ്റ് കിട്ടിയെങ്കിൽ ഇത്തവണത്തെ റിസൾട്ട് വരുമ്പോൾ 7000-ന് മുകളിലേക്ക് സീറ്റ്, ചരിത്ര വിജയത്തിലേക്ക്. ഏറ്റവും ടഫായ എക്സാമിൽ പോലും ബ്രില്യന്റിലെ വിദ്യാർത്ഥികൾ വരുന്നെങ്കിൽ വരുന്ന വർഷത്തെ വിദ്യാർത്ഥികൾ നമ്മൾ 2 കൈ നീട്ടി സ്വീകരിക്കാൻ തയ്യാറെടുക്കുകയാണ്. ധാരാളം കുട്ടികൾ ഇപ്പൊ തന്നെ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു. അപ്പം ആ അഡ്മിഷന്റെ പ്രൊസീജിയറിൽ അവസാന നിമിഷത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതുവരെ ബ്രില്യന്റിൽ വന്ന കുട്ടികൾക്ക് ഇതൊക്കെയാണ് സംവിധാനം എന്ന് പരിചയപ്പെടുത്തുകയാണല്ലോ നമ്മൾ. അതോടൊപ്പം തന്നെ ബാക്കി കുട്ടികൾ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് ഈ സിസ്റ്റത്തിലേക്ക്. തീർച്ചയായും. അപ്പോൾ 2026 നിങ്ങളുടെ ടാർഗറ്റ് എങ്കിൽ അതിനുള്ള ഫെസിലിറ്റികളുണ്ട്. അത് ഉപയോഗിക്കാനുള്ള ഒരു മനസ്സുമായിട്ട് നിങ്ങൾ കടന്നു വന്നാൽ തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും നല്ലൊരു വ്യക്തിയായിട്ട് തന്നെ മടങ്ങുകയും നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതിനനുസരിച്ചുള്ള ഒരു സീറ്റുമായിട്ട് ഒരു സ്വപ്നം സാക്ഷാത്കാരവുമായിട്ട് നിങ്ങൾക്ക് ബ്രില്യൻ ക്യാമ്പസിൽ നിന്ന് മടങ്ങാനായിട്ട് സാധിക്കും. അതാണ് ജസ്റ്റിസ് സാർ ഇന്ന് നമ്മളുമായിട്ട് പങ്കുവച്ചത്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.